റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വി.ഡി. സതീശനെ വീണ്ടും പുകഴ്ത്തി മുസ്ലിം ലീഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നേടിയത് മികച്ച വിജയമാണെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവർത്തിച്ചു. കഴിഞ്ഞ 5 വർഷം വി.ഡി. പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചെന്നും ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക ലീഗിനോടടക്കം ചർച്ച ചെയ്തായിരിക്കുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ റിപ്പോർട്ടറോട് പറഞ്ഞു. പി.കെ. കുഞ്ഞാലിക്കുട്ടി ഉപമുഖ്യമന്ത്രി ആകുമെന്ന സൂചനയും സാദിഖ് അലി ശിഹാബ് തങ്ങൾ നൽകുന്നു. മന്ത്രിസഭയിലേക്ക് പുതുമുഖങ്ങളെ പരിഗണിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു അല്ലേ? അങ്ങനെ അതെ, അദ്ദേഹത്തെ വി.ഡി. സതീശനെ പിന്നെ പ്രതിപക്ഷ നേതാവാക്കിയത് AICC ആണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വ പദവി അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലമായി വളരെ ഭംഗിയായി അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലീഗ് ഒരാളെ നിലപാടെടുത്തിട്ടുണ്ടോ? അത് ഹൈക്കമാൻഡ് അറിയിക്കുക. അക്കാര്യത്തിൽ ആരെയാണ് ലീഗ് പിന്തുണക്കാൻ പോകുന്നത്? കോൺഗ്രസ്? അതെ, അത് ഹൈക്കമാൻഡിൻ്റെ അധികാരമാണല്ലോ. ആരെയാണ് തീരുമാനിക്കേണ്ടത്? ഹൈക്കമാൻഡ് ഞങ്ങളുമായിട്ടൊക്കെ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷിയുമായിട്ടൊക്കെ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കും ആ തീരുമാനം. നിയമസഭയിൽ ഇതുവരെ ഇത്തവണ മത്സരിക്കാത്ത ആളുകൾ പുറത്തൊക്കെ തന്നെ മത്സരിച്ച് വീണ്ടും ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ കുറിച്ച് ലീഗ് എങ്ങനെ വിലയിരുത്തും? ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ്സാണ് അത് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസ് ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ടായിരിക്കും തീരുമാനിക്കുക എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ പല പുതുമകൾ നമ്മൾ കണ്ടതാണ്. യുവാക്കളെ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിലും അത് പ്രതിഫലിച്ചു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ലീഗ് പുതിയ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു നല്ല പ്രതിഫലനമാണ് ഇപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിൽ കാണുവാൻ സാധിച്ചത്. കുഞ്ഞാലി സാഹിബിൻ്റെ കാര്യത്തിൽ അദ്ദേഹം UDFൻ്റെ തന്നെ നേതൃരംഗത്തെ ഏറ്റവും പ്രമുഖനായ വ്യക്തിത്വമാണ്. കേരളത്തിൽ എല്ലായിടത്തും അറിയപ്പെടുന്ന വ്യക്തിയാണ്. UDFൻ്റെ മുൻനിരയിൽ മറ്റുള്ള കോൺഗ്രസ് നേതാക്കളോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് UDFനെ ശക്തിപ്പെടുത്തുന്നതിൽ വളരെ അധ്വാനിക്കുന്നൊരു വ്യക്തിത്വമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ഈ പെർഫോമിനനുസരിച്ചുള്ള ഒരു പരിഗണനയും ഉണ്ടാകുന്ന ചർച്ചകളും നടക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഒരു ഉപമുഖ്യമന്ത്രി ആയിട്ടൊക്കെ കാണാൻ പറ്റുമോ? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അറിയിക്കുന്നത് മന്ത്രിസഭ മാത്രമല്ലല്ലോ, മന്ത്രിസഭയിലുണ്ട്, മുന്നണിയിലുണ്ട്, കേരള രാഷ്ട്രീയത്തിലുണ്ട്. അതൊക്കെ തന്നെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. അത് മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് അത് മുന്നണി അത് ഞങ്ങൾക്ക് അംഗീകരിച്ച് തരും. അത് ഞങ്ങൾ പ്രത്യേകമായിട്ട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മുസ്ലിം ലീഗിന് അർഹതപ്പെട്ട എന്താണ് കേരള രാഷ്ട്രീയത്തിൽ അതൊക്കെ അനുവദിച്ച് തരാൻ UDF സർവ്വതാ സന്നദ്ധമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മളോട് വിശദമായി സംസാരിച്ചത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ ഏറ്റവും ഒടുവിലുണ്ടായ ചരിത്ര വിജയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം വിശദമായി സംസാരിച്ചു. ഉണ്ണിത്തൂരിനൊപ്പം മുബഷീർ പി അക്ബർ, മലപ്പുറം. മുബഷീർ പി അക്ബറും VS രഞ്ജിത്തുമുണ്ട്. വിശദാംശങ്ങളുമായി ആദ്യം മുബഷീറിലേക്ക്. മുബഷീർ, ഇപ്പോൾ 27 മത്സരിച്ചതിൽ 22 വിജയം നേടിയ മുസ്ലിം ലീഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം തങ്ങളുടെ കൃത്യമായ ഇടപെടൽ ഈ നിലയ്ക്കൊക്കെ ലീഗ് ഇത്തവണ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഒരു സേ ഉണ്ട്, പറയുന്നത് അത് ഒരു ഉറപ്പോടുകൂടി തന്നെ തങ്ങൾ പറയുകയാണ്. ആ ഉറപ്പ് മറ്റു ചില കാര്യങ്ങൾ, മുന്നണിയിലെ ചില കാര്യങ്ങളിലും പരസ്യമായ പ്രതികരണങ്ങൾ പതിവിട്ട് അദ്ദേഹം നടത്തുകയാണ്. സാദിഖ് അലി തങ്ങൾ പറഞ്ഞതിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടത് മുബഷീർ? ഇപ്പോൾ വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 പേരുകൾ കോൺഗ്രസിൽ നിന്ന് ഉയരുമ്പോൾ ലീഗിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ വി.ഡി. സതീശനൊപ്പമായിരിക്കും എന്നതാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. നേരത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നടന്ന ഘട്ടത്തിൽ തന്നെ വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതൃനിരയിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. മുസ്ലിം ലീഗ് തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പല മണ്ഡലങ്ങളിലും വിജയിച്ച് 27 മണ്ഡലങ്ങളിൽ 22 വിജയിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വീണ്ടും വി.ഡി. സതീശനെ പുകഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നത്. വി.ഡി. സതീശനെ 5 വർഷം മുൻപ് പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചിരുന്നത് AICC ആണ്, ഹൈക്കമാൻഡായിരുന്നു. ഇക്കഴിഞ്ഞ 5 വർഷം വി.ഡി. സതീശന്റെ പ്രവർത്തനങ്ങൾ അത് മികച്ച രീതിയിൽ തന്നെയാണ് UDFനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. UDFനെ ശക്തിപ്പെടുത്താൻ അത് കാരണമായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃസ്ഥാനത്ത് മുന്നോട്ട് പോയ പല ഉപതെരഞ്ഞെടുപ്പുകളും വലിയ വിജയം UDFനെ സംബന്ധിച്ചുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുതുപ്പള്ളിയാണെങ്കിലും നിലമ്പൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മികച്ച ലീഡ് തന്നെ, മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം, മുന്നേറ്റം UDF ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ നേതൃനിരയെ അംഗീകരിക്കേണ്ടതുണ്ട്, അഭിനന്ദിക്കേണ്ടതുണ്ട് എന്നുള്ളത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് ആയിരിക്കും സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ചർച്ചകൾ നടക്കുന്ന വേളയിൽ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിനോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. ഇത്തവണയും മുസ്ലിം ലീഗിനോട് അത്തരമൊരു അഭിപ്രായം ചോദിക്കുമെന്ന പ്രതീക്ഷ തങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. ആ ഒരു അഭിപ്രായം ചോദിക്കുന്ന സമയത്ത് ലീഗിന്റെ നിലപാട് വ്യക്തമാക്കുമെന്നുള്ളതാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ
PD സതീശൻ്റെയും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയും KCയുടെയൊക്കെ തന്നെ പക്ഷം നേതാക്കൾ ഈ പാണക്കാടത്തെ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതും അവർക്ക് വേണ്ടി ഇടപെടൽ നടത്തുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ മുസ്ലിം ലീഗ് പൊതുവികാരം കണക്കിലെടുത്തുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് UDFനെ മുൻനിരയിലെത്തിച്ച VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരട്ടെ എന്ന ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയും സമാനമായിട്ടുള്ള നിലപാട് ആവർത്തിച്ചതാണ്. ഹൈക്കമാൻഡാണ് VD സതീശനെ പ്രതിപക്ഷ നേതാവായി തീരുമാനിച്ചിരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ചകളിൽ ലീഗിന്റെ നിലപാട് ഹൈക്കമാൻഡ് കോൺഗ്രസ് നേതൃത്വം ലീഗിനോട് ചോദിക്കുമെന്ന പ്രതീക്ഷയുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നലെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരുന്നത്. അഭിപ്രായം വീണ്ടും സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലീഗ് നിശ്ചയിക്കാൻ പോകുന്ന മന്ത്രിസ്ഥാനത്തേക്ക് ഇത്തവണ പുതുമുഖങ്ങൾ ഉണ്ടാകുമെന്നൊരു പ്രഖ്യാപനം സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം മുതൽ പുതുമയുണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ സ്ഥാനാർത്ഥിയായിട്ട് ലീഗ് പ്രഖ്യാപിക്കുന്നു. 22 മണ്ഡലങ്ങൾ വിജയിക്കുന്നു. നിരവധി പുതുമുഖങ്ങൾ ഇത്തവണ വിജയിച്ചിട്ടുണ്ട്. അതിൽ യുവാക്കളായിട്ടുള്ള ആളുകളുണ്ട്, വനിതാ MLA ഉൾപ്പെടെയുണ്ട്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ലീഗ് മുതിരുമെന്ന സൂചന തന്നെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. VS രഞ്ജിത്തിലേക്കൂടി. രഞ്ജിത്ത്, ലീഗ് UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. ലീഗിന്റെ വാക്കിന് വില കൽപ്പിക്കുന്ന ഒരു പതിവാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിട്ടുമുള്ളത്. ഇത്തവണ അവർക്ക് കൂടുതൽ സേ ഉണ്ട്. 27-ൽ 22 അവർ വിജയിച്ചു എന്നത് മാത്രമല്ല, കോൺഗ്രസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന മണ്ഡലങ്ങളിൽ ലീഗിന്റെ പിന്തുണ ആ നിലയ്ക്കായിരുന്നു എന്നുള്ളതുമാണ്. VS ജോയൊക്കെ വിജയിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കുഞ്ഞാലിക്കുട്ടി നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യം, അതിൽ ശക്തമായി തന്നെ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിരുന്നു VS ജോയ് ഉറപ്പായും ജയിച്ചിരിക്കുമെന്നത്. ലീഗിന്റെ പിന്തുണ അവിടെ ഉറപ്പാക്കുകയാണ്. അവിടെ കാലങ്ങളായിരുന്ന വിജയം അവസാനിപ്പിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് ജയിക്കുമെന്നുള്ള തരത്തിൽ ലീഗിന്റെ പിന്തുണ അവിടെ വരികയും ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുകയാണ്. തങ്ങൾ പറയുന്ന വാക്കുകൾ എത്രത്തോളം ശക്തമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രഞ്ജിത്ത്? ഇക്കാര്യത്തിൽ മുന്നണിക്കകത്ത് തങ്ങളൊരു അഭിപ്രായം പറഞ്ഞു പോകുക എന്നതിനപ്പുറം അതൊരു സമ്മർദ്ദം അതിൽ എത്രത്തോളം ഉണ്ടാകും? അതോടൊപ്പം തന്നെയാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം. തെരഞ്ഞെടുപ്പ് കഴിയും വരെ അത്തരത്തിൽ ഒരു അപശബ്ദങ്ങളും ലീഗ് ഉയർത്തിയിട്ടില്ല. ഇനി അങ്ങോട്ടും അപശബ്ദങ്ങൾ ഉയർത്താതെ തങ്ങളുടെ ആവശ്യം പറയുക എന്ന രൂപത്തിലായിരിക്കും. എങ്ങനെയായിരിക്കും ലീഗിന്റെ ഒരു ഇടപെടൽ എന്നാണ് മനസ്സിലാക്കാനാവുന്നത്? സ്മൃതി, ഒരു പരസ്യ പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ട് എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ലീഗ് പോവില്ല. പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ലീഗിന് ശക്തമായ വ്യക്തമായ നിലപാടുണ്ട് എന്ന് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് രാവിലെ നമ്മൾ കൊടുത്ത വാർത്ത തന്നെയായിരുന്നു. അതായത് PK കുഞ്ഞാലിക്കുട്ടിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നൊരാവശ്യം ലീഗ് UDFിനകത്ത് ഉന്നയിക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. കാരണം അതൊരു പക്ഷേ ഒരു പരസ്യ മാധ്യമ പ്രസ്താവന നടത്തിക്കൊണ്ടായിരിക്കില്ല. അതിൽ അർഹത ലീഗിനുണ്ട് എന്ന ബോധ്യം ലീഗിനുണ്ട്. ഉപമുഖ്യമന്ത്രി എന്ന പോസ്റ്റിന് പദവിക്ക് യോഗ്യത PK കുഞ്ഞാലിക്കുട്ടിക്കുമുണ്ട് എന്നുള്ളതാണ്. അത് ലീഗ് നേതാവ് എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു കാലത്ത് UDFിനെ നയിച്ച KM മാണിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും 3 പേരും ചേർന്നായിരുന്നു. അങ്ങനെ UDFിന്റെ മുഖമായി സംസ്ഥാനത്ത് അറിയപ്പെടുന്ന PK കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ UDFിൽ ജയിച്ചു കയറിയ MLA-മാരിൽ ഏറ്റവും മുതിർന്ന അംഗമെന്ന രീതിയിൽ ഒരു ഉപമുഖ്യമന്ത്രി പദത്തിനല്ല, മുഖ്യമന്ത്രി പദത്തിന് പോലും അർഹത അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ രണ്ടാം കക്ഷി എന്ന രീതിയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അർഹതയുണ്ട്. ആ അർഹതപ്പെട്ടത് കോൺഗ്രസ് അല്ലെങ്കിൽ UDF അംഗീകരിച്ച് നൽകും എന്നുള്ളതാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളിലുള്ളത്. പക്ഷെ പരസ്യമായ ഒരു പ്രസ്താവന നടത്തി സമ്മർദ്ദം ചെലുത്തി തുടക്കത്തിൽ അതൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കൊണ്ടുപോകരുതെന്ന് ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സഭയുടെ എതിർപ്പ് മറികടക്കേണ്ടതുണ്ട്, മറ്റ് ഘടകകക്ഷികളുടെ അംഗീകാരം നേടേണ്ടതുണ്ട്. CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ AK ബാലനൊക്കെ നേരത്തെ പറഞ്ഞു അധികാരം കിട്ടിയ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തരം ഭരിക്കുക എന്നൊക്കെ. അപ്പോൾ അത്തരം ഒരു പ്രചരണത്തിലേക്ക് CPM-ഉം BJP-യും പോകാതിരിക്കേണ്ടതുണ്ട്. BJP ഒരു മുതലെടുപ്പ് നടത്താതിരിക്കേണ്ടതുണ്ട്. അതിലൊരു രാഷ്ട്രീയമായ സൂക്ഷ്മത ലീഗ് പാലിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ പറയാം. പക്ഷേ ലീഗിന് അർഹതപ്പെട്ടതാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം. ആ പദവിക്ക് PK കുഞ്ഞാലിക്കുട്ടിക്ക് അർഹതയുണ്ട് എന്ന കാര്യം ലീഗിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ UDF യോഗത്തിൽ വളരെ കൃത്യമായി ഈ കാര്യം അവതരിപ്പിക്കും ലീഗ്. മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ അക്കാര്യത്തിൽ നേടിയെടുക്കും. ഒപ്പം കോൺഗ്രസിൽ തന്നെ മുഖ്യമന്ത്രി ആരാകണം എന്ന ചോദ്യത്തിന് ലീഗ് ഒരു മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടിയുടെ ഉപാധി ആരെയാണോ ലീഗ് നിർദ്ദേശിക്കുന്നത് അവരോട് ആവശ്യപ്പെടാൻ പോകുന്നത് നിങ്ങളുടെ ഉപമുഖ്യമന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടിയെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ റിട്ടയർമെന്റ് സ്വാഭാവികമായിട്ടും അദ്ദേഹം പറഞ്ഞു ഇനിയൊരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം മത്സരിക്കുന്നു. അദ്ദേഹം ബഹുഭൂരിപക്ഷം 87,000 വോട്ടിന് ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിച്ചു കയറുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം PK കുഞ്ഞാലിക്കുട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ UDF കൊടുക്കേണ്ടത് ഇത്തവണയാണ് എന്ന് ലീഗിനും ബോധ്യമുണ്ട്, കോൺഗ്രസിനും ബോധ്യമുണ്ട്. ആ അർഹതപ്പെട്ടത് കിട്ടുമെന്ന് ലീഗ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി,
വി എസ് രഞ്ജിത്തും മുബഷീർ പി അക്ബറുമാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം